നമസ്കാരമുണ്ട്. ഞാൻ സുനിലാണ്, അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പാണ്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് കാണാൻ പോകുന്ന ഒരു 3.5 ഏക്കർ സ്ഥലമാണ് കാണുന്നത്. ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ. നല്ല ഒഴുക്കുള്ള നല്ലൊരു തോടാണ്. ഈ തോടിനോട് ചേർന്നൊരു കൃഷി സ്ഥലമാണ് ഇന്ന് കാണുന്നത്. എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത്. പാണ്ടിപ്പാറ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് 2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ. വറ്റാത്ത വെള്ളമാണ്, വലിയൊരു കുളമാണ്. പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യമൊക്കെ നമുക്കുള്ളതാണ്. തോടും വറ്റാത്ത തോടാണ്. അതുപോലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട്, അതുപോലെ ഏലമുണ്ട്, ജാതിയുണ്ട്, കൊക്കോ ഉണ്ട്. ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത്. ഏലമൊക്കെ തൈച്ചെടിയാണ്. ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും ജാതിയും ഏലമൊക്കെ തന്നെയാണ്. പാണ്ടിപ്പാറ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് 2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അതുപോലെ വിമലഗിരിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് 2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത്. സ്ഥലം ഈ ഭാഗമെല്ലാം ഫുള്ളായിട്ട് നിരപ്പാണ്. മുകളിലേക്ക് കയറുമ്പോൾ ചെരിവുണ്ട് സ്ഥലം. കൊടിയൊക്കെ നല്ല കൊടിയാണ്. ജാതിയൊക്കെ കായ്ക്കുന്ന ജാതിയാണ് നമുക്കുള്ളതിൽ. ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത്. കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ജാതിയൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇവിടെ. നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം. തോടിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് സ്ഥലമുള്ളത്. ഈ സൈഡാണ്. അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് 200ഓളം റബ്ബർ വെട്ടുന്ന റബ്ബറുണ്ട് കേട്ടോ. നല്ല റബ്ബറാണ്. 20ഓളം ഷീറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന 100ഓളം ചോട് ഏലമാണ് കേട്ടോ. ഏലകൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ്. ഏലമൊക്കെ നന്നായിട്ട് പിടിക്കുന്ന സ്ഥലമാണ്. താഴ്ഭാവമൊക്കെ നിരപ്പാണ്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേന് ഈ രീതിക്കുള്ള ചെരിവുണ്ട് കേട്ടോ. ഓവറായിട്ടുള്ള ചെരിവല്ല, ഈ രീതിക്കുള്ള തട്ടുതട്ടൊക്കെ ആയിട്ടാണ് ഭൂമിയുടെ ഷേപ്പ് ഉള്ളത്. ഏലത്തിൻ്റെയൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. കാരണം മേളിലേക്ക് കയറി വരുമ്പോൾ ഉള്ള ഏലം ഇതാട്ടോ. ഭാഗത്തേക്ക് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് കുരുമുളകാണുള്ളത്. കഴിഞ്ഞ വർഷം 50 തുലാം ഉണക്ക കുരുമുളക് കിട്ടിയതാണ് കേട്ടോ.
അതുപോലെ ഈ സ്ഥലത്ത് 3-4 കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട്. അതുപോലെ ഈ സ്ഥലത്ത് പഴയൊരു വീടുണ്ട് കേട്ടോ. ഓടുമഞ്ഞ വീടാണ്, ഇപ്പോൾ താമസമൊന്നുമില്ല. അതുപോലെ ഈ സ്ഥലത്ത് 30ഓളം കായ്ക്കുന്ന ജാതിയുണ്ട്. ജാതിയുടെ കായുടെ സീസൺ ഏകദേശം കഴിഞ്ഞതാണ്. ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ മോൾ സൈഡിലാണ്. അവിടെ കൃഷിയായിട്ടുള്ളത് കുരുമുളകാണ്. സ്ഥലം ഓവറായിട്ടുള്ള ചെരുവില്ല കേട്ടോ. ഇങ്ങോട്ട് തട്ടായിട്ടായിക്കാണ് ഷേപ്പ്. ഇതുപോലെ പ്ലാറ്റ്ഫോം വെട്ടിയിട്ടുണ്ട്. മൊത്തം 3 ഏക്കർ സ്ഥലമേ ഉള്ളൂ. അതിൽ 2 ഏക്കർ 22 സെൻറ്റാണ് പട്ടയമുള്ളത്. അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കൊക്കോയാണുള്ളത്. ആഴ്ചയിൽ 40 കിലോയോളം 50 കിലോ അടുത്ത് കൊക്കോ സീസണിൽ കിട്ടുന്നുണ്ട്. വീടിൻ്റെ പുറകുവശത്തേക്ക് നന്നായിട്ട് ഈ രീതിക്കുള്ള കൊടിയാണ്. മൊത്തം നല്ലൊരു സൂപ്പർ കൊടിത്തോട്ടമാണ് കേട്ടോ. നിലവിൽ നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വഴിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഈ കാണുന്ന ടാർ റൂട്ടിൽ നിന്ന് 12 അടി വീതിക്കാണ് നമ്മൾ സ്ഥലത്തിലേക്കുള്ള വഴി മേടിച്ചിട്ടേക്കുവാണ് കേട്ടോ. വഴിക്കുള്ള സ്ഥലം വാങ്ങിയിട്ടേക്കുവാണ്. വഴിയാക്കി നമ്മൾ എടുക്കണം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. മൊത്തം 3 ഏക്കർ സ്ഥലമാണ്. അതിൽ 2 ഏക്കർ 20 സെൻറ്റാണ് പട്ടയമുള്ളത്. മൊത്തവില 28 ലക്ഷം രൂപയാണ് കേട്ടോ. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക.